Good morning, sir. Yes, good morning. Good morning, Deveshwar. Okay, Rashida. Good morning, sir. Okay, Sivimya. Good morning, sir. Okay, Sivi. Okay, Usha. Good morning, sir. Okay, good morning, Mujisha. Good morning, sir. Good morning, Grishma. Good morning, sir. Okay, good morning, Manju. Okay, Yudi. Okay, നമുക്ക് ആരംഭിച്ചാലോ? Let us start. Yes, sir. Good morning. Okay, Usha. Good morning. ഞാൻ prayer എഴുതുന്ന okay. Prayer. പറഞ്ഞു. Dear God, thank you, been so to me in so much blessed, grateful for the gift to life. Thank you for carrying me through the wicked moment of my life. All, thank you all. Okay. Signing on. പറഞ്ഞോളൂ. Okay. Good morning, everyone. I am Rashida. Here I am going signing in. Jobs are class. Good morning, sir. Today I am presenting a small, a 1-minute story. Once a bird asked a bee after a continuous hard work, you prepare the honey, but a man steals the honey. Don't you feel sad? Then the bee replied, never, because a man can steal my honey, but not my art of making honey or my hard work. Thank you. Thank you, sir. Okay. Thought of the day. Sir, ഞാനാണ് sir. പറഞ്ഞോളൂ അഞ്ജു. A well-educated mind will always have questions than answers. നല്ല വിദ്യാഭ്യാസമുള്ള മനസ്സിൽ എപ്പോഴും ഉത്തരങ്ങളേക്കാൾ ചോദ്യങ്ങൾ ഉണ്ടാകും. Okay, thanks. Yes, very good. ചോദ്യം ചോദിക്കുന്ന കുട്ടിയെ പുറത്താക്കി കഴിഞ്ഞാൽ കുട്ടിയെ പുറത്താവുന്നതോട് ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ അഞ്ജു, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരികയാണ്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ചാപ്റ്റർ ആർട്ടിക്കിൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. അതിനെ നമുക്ക് രണ്ടാക്കി ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറഞ്ഞു, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്നും പറഞ്ഞു. അതില് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഇന്ന് നമ്മൾ പോകുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലേക്കാണ്. അതുമായി ബന്ധപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് കത്തിലേക്ക് പോകാം. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് പറയാം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുമ്പോൾ യൂസ് ഓഫ് ദി, ദി. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് ഓഫ് എ ഓർ ആൻ. ഒന്നുകിൽ എ ഉപയോഗിക്കുക, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കുക, ആൻ ഉപയോഗിക്കുക. ഇതിനെയാണ് നമ്മൾ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എന്ന് പറയും, എ ഓർ ആൻ. ഓക്കെ, എ ഓർ ആൻ. അത് നിങ്ങൾക്കറിയാം, വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകളാണെങ്കിൽ അവിടെ എന്ത് വരും, എന്ന് വരില്ല, മറിച്ച് എന്ത് വരും, ആൻ എന്ന് വരും. ഓക്കെ. അതാണ് അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് തന്നെ. ഓക്കെ, ഇനി സിംഗുലർ ആയിട്ടുള്ള, അതായത് എണ്ണാൻ പറ്റുന്ന സിംഗുലർ ആയിട്ടുള്ള, കൗണ്ടബിൾ ആയ സിംഗുലർ ആയ വസ്തുക്കളുടെ കൂടെ എപ്പോഴും
എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ വരും. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉദാഹരണം മറ്റു പറഞ്ഞു കഴിഞ്ഞാൽ ഹി പ്ലാന്റഡ് എ ട്രീ, അവനൊരു ചെടി നട്ടു, ഒരു മരം നട്ടു. ഹി പ്ലാന്റഡ് എ ട്രീ ഉണ്ടാവും. അവിടെ നോക്കി ആ ട്രീ എന്നുള്ളതിന് തൊട്ട് മുന്നൊരു എ വന്നേക്കാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരു എന്നാണ്. ഒരു എന്നർത്ഥം വരുന്ന രീതിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? എ എന്ന് പറയുന്ന വാക്കാണ്. എ വരാം അല്ലെങ്കിൽ ആൻ വരാം, രണ്ടും വരാം. നമുക്ക് പറയാം മൈ ഫാദർ ബോട്ട്, ബോട്ട് എ ഫ്ലാറ്റ്. എന്റെ അച്ഛൻ ഒരു ഫ്ലാറ്റ് വാങ്ങി. ആ ഒരു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിലെ എ എന്ന് പറയുന്ന വേർഡാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറഞ്ഞു വരുന്നത് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ എ ഉണ്ട്, ആൻ ഉണ്ട്. അത് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകവചനം, ഒന്ന്, ഒരു എന്ന അർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. ആ വാക്ക് വവൽ സൗണ്ടിലാണ് ആരംഭിക്കുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ എന്ത് ഉപയോഗിക്കുന്നു? ആൻ ഉപയോഗിക്കുന്നു. നമുക്കറിയാം ആൻ എലിഫന്റ്. എ എലിഫന്റ് എന്ന് പറയില്ല, ആൻ എലിഫന്റ്. ആൻ അംബ്രല്ല പറയും, ആൻ അംബ്രല്ല. മണിക്കൂർ അവർ എന്ന് പറയും, ആൻ അവർ. ആൻ ഓണസ്റ്റ് മാൻ. അപ്പൊ അതൊക്കെ എ എന്ന് പറയുന്ന അല്ലെങ്കിൽ എ എന്ന് പറയുന്ന വവൽ സൗണ്ടിൽ ആരംഭിക്കുന്ന വാക്കുകളാണെങ്കിൽ അവിടെ എല്ലായിടത്തും നമ്മൾ ആൻ എന്നും അല്ലാത്തതിന്റെ കൂടെ നമ്മൾ എ എന്നുമാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി നമുക്ക് എല്ലാം സൂചിപ്പിക്കാം. സാധാരണഗതിയിൽ പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലി. ഒരു ജോലിയെ സൂചിപ്പിക്കുന്ന സ്ഥലത്ത് എപ്പോഴും എ എന്ന് പറയുന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഫോർ എക്സാമ്പിൾ പറയാം, സുമതി ഒരു ടീച്ചറാണ്. അപ്പൊ നമ്മളത് പറയും സുമതി ഈസ് എ ടീച്ചർ, അല്ലെ? ഈസ് എ ടീച്ചർ പ്രൊഫഷനാണ്. ഹി ഈസ് എ ലോയർ, അവരെന്താണ്? ഒരു ലോയറാണ്. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പൊ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഷീ ഈസ് ആൻ എഞ്ചിനീയർ. എ എന്നുള്ള പകരം ആൻ വന്നാലും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പറയാം, നേരത്തെ നമ്മൾ പറഞ്ഞു എ ഇ ഐ ഒ യു എന്ന് പറയുന്ന വവൽ സൗണ്ട് ആണെങ്കിൽ ആൻ ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു ഒരെണ്ണം സൂചിപ്പിക്കുമ്പോൾ കൗണ്ടബിൾ ആയ എണ്ണാൻ പറ്റുന്ന ഒരു എണ്ണത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന വാക്ക് ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നു പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഒരു പ്രൊഫഷന്റെ പേര് പറയുമ്പോൾ, ജോലിയുടെ പേര് പറയുമ്പോൾ അതിന്റെ കൂടെ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കുന്നുള്ളത് പറഞ്ഞു. ഓക്കെ, ജീന വർഗീസ്. Yes, sir. Okay, how are you, Jeena? Fine. Thank you, sir. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോ ജീനോട് ഞാൻ ചോദിക്കുകയാണ്, ഫ്രിഡ്ജില് പാൽ ഇരിപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പോ ജീന പോയി ഫ്രിഡ്ജ് തുറന്ന് നോക്കുന്നു. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോ അതിന്റെ അകത്ത് കുറച്ച് പാൽ ഇരിപ്പുണ്ട്. അപ്പോ അത് എന്നോട് എങ്ങനെ പറയും? കുറച്ച് പാലുണ്ട് എന്നുള്ളത് തന്നെ പറയും. കുറച്ച് പാല്. Few packets of palm. ഫ്യൂ പാക്കറ്റ് വേണമെന്നില്ല. മിൽക്ക് എന്നുള്ള പാക്കറ്റ് വാക്ക് ഉപയോഗിച്ചു. മിൽക്ക് എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. കുറച്ച് പാല് അവിടെ ഉണ്ട്, ഫ്രിഡ്ജിലുണ്ട്, കുറച്ചുള്ളൂ. എന്ത് പറയും? പറഞ്ഞു തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം, തെറ്റിക്കോട്ടെ, അത് ഒരു കുഴപ്പമില്ല. സം മിൽക്ക് അല്ലേ? Some milk. ഓക്കെ ഓക്കെ ഓക്കെ, സം മിൽക്ക് എന്ന് പറയും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഉഷ വേണു, ഉഷ വേണു. ഉഷ വേണു ഒരു കാര്യം പിടിക്കട്ടെ, ഇനി ഞാൻ പറയേണ്ടി വരും അതിന്റെ പേരില്. ഇല്ല ഉഷ? യെസ്. അഞ്ജു രാകേഷ്. അല്ല, ഉഷ എന്താ പറയണത്? എന്റെ ഫ്രിഡ്ജിൽ പാലില്ല സാറേ എന്നായിരിക്കും അല്ലേ? അഞ്ജു ആണെങ്കിൽ അങ്ങനെ പറയും കുറച്ച് പാലുണ്ട്. ലിറ്റിൽ മിൽക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ കുറച്ചുകൂടി സ്റ്റൈലായിട്ട് പറഞ്ഞു ലിറ്റിൽ മിൽക്ക്. ഓക്കെ, ഞാൻ ഈ വാക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർണ്ണയിച്ചത്. ഈ ലിറ്റിൽ എന്ന് പറയുന്ന പറയണം. ഓക്കെ, മ്യൂട്ട് ചെയ്തോളൂ. അപ്പൊ ഇവിടെ അഞ്ജു രാകേഷ് പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ നമുക്ക് പറയാം ദർ ഈസ് ലിറ്റിൽ മിൽക്ക് ഇൻ ദ ഫ്രിഡ്ജ് എന്ന് പറയും, ലിറ്റിൽ മിൽക്ക്. പക്ഷെ ആ ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് അഞ്ജുവിടെ ഉപയോഗിച്ചത്
കുറച്ച് എന്നർത്ഥം വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവിടുത്തെ ആ ലിറ്റിൽ എന്ന് പറയും ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവിടെ പാൽ ഒട്ടുമില്ല എന്ന് അർത്ഥം. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ തോന്നും, അതെങ്ങനെയാണ് ഇത് ലിറ്റിൽ എന്ന് പറയുമ്പോൾ കുറവല്ലേ, ലിറ്റിൽ ബോയ് പൊക്കം കുറഞ്ഞ കുട്ടി നമ്മൾ പറയാറില്ലേ, അപ്പൊ പിന്നെ അത് എങ്ങനെയാന്ന് പറയും. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഗ്രാമറില് ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ്, ഇല്ല എന്നാണ്. അപ്പോ 5 ഫ്രിഡ്ജ് തുറക്കുന്നു, ഫ്രിഡ്ജ് നോക്കുന്നു, പാലില്ല. പാലില്ല എങ്കിൽ there is little milk എന്ന് പറയാം. അതിന്റെ അർത്ഥം എന്താണ്? പാലില്ല എന്നാണ്. നേരെ മറിച്ച് 5 നോക്കുന്നു, ഫ്രിഡ്ജിൽ കുറച്ച് പാലുണ്ട്, അപ്പൊ എന്ത് പറയണം? എ ലിറ്റിൽ മിൽക്ക് എന്നാണ്. അതാണ് കറക്റ്റ്. there is a little milk. എ ലിറ്റിൽ എന്ന് പറയുമ്പോഴാണ് കുറച്ച് നടത്തുന്നത്. എ ലിറ്റിൽ. അപ്പൊ എ എന്ന് പറയുന്നത് നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ഞാൻ പറയട്ടെ സർ, അത് മിൽക്ക് എന്ന് യൂസ് ആക്കാൻ പറ്റുമല്ലോ. ഞാൻ എന്റെ വാക്ക് ഫുൾ പറയട്ടെ. മിൽക്ക് എന്ന് വരുമോ സാർ? കപ്പ് ഓഫ് എ മിൽക്ക്, 1 കപ്പ് ഓഫ് എ മിൽക്ക്. ഓ, ഞാൻ പറഞ്ഞു നോക്കട്ടെ സാർ. പറഞ്ഞോളൂ. There is only a little bit of milk left in the fridge. Yes. സാർ ഞാൻ പറയട്ടാ. ആ. There is some milk in the fridge. ഞാൻ പറയട്ടെ സാർ. പറഞ്ഞു. There is some milk in fridge. Some milk. Okay. പിന്നെ അടുത്താണ്. There is a few milk. There is no milk. Okay. അത് കറക്റ്റ്. ഓക്കെ. യെസ്. അപ്പോ ഫാത്തിമത്തെ എന്താ പറയാൻ പോയെ? There is some milk in the fridge. Some milk. യെസ്. ഓക്കെ. ഇനി ഞാൻ ഇതിന്റെ ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണ്. നിങ്ങൾ അതിന് നോക്കിയിരിക്കുക, മനസ്സിലാക്കുക. നമുക്ക് ലിറ്റിൽ എന്ന് പറയുന്ന വേർഡും ഫ്യൂ എന്ന് പറയുന്ന വേർഡും രണ്ടും ഉപയോഗിക്കുന്നത് 2 സിറ്റുവേഷനിലാണ്. കുറച്ച് എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ട് ഈ 2 വാക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. എണ്ണാൻ പറ്റുന്ന സാധനമാണെങ്കിൽ അവിടെ ഫ്യൂ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാം, ലിറ്റിൽ ഉപയോഗിക്കാൻ പാടില്ല, തെറ്റാണ്. എണ്ണാൻ പറ്റാത്ത സാധനമാണെങ്കിൽ അവിടെ ലിറ്റിലിനെ പറയാവൂ, ഫ്യൂ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നമുക്ക് പറയാം, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. എനിക്ക് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അവിടെ നമ്മൾ പറയുന്നത് ഐ ഹാവ് എ ലിറ്റിൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിസ്റ്റേക്കാണ്. കാരണം എന്താണ്? ഫ്രണ്ട്സ് എന്ന് പറയുന്ന സംഗതി നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പൊ കൗണ്ടബിൾ ആയിട്ടുള്ള സംഗതിയുടെ കൂടെ ഫ്യൂ എന്നും, അൺകൗണ്ടബിൾ ആണെങ്കിൽ അവിടെ ലിറ്റിൽ എന്നും വരും. ഓക്കെ, അത് ആദ്യം ഒന്ന് നിങ്ങളൊന്ന് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ വിഷയത്തിലോട്ട് വരാം. ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ എഴുതുമ്പോൾ ആ തന്നിരിക്കുന്ന വാചകത്തിൽ ലിറ്റിൽ എന്ന് പറയുന്ന വേർഡ് ഉണ്ടെങ്കിൽ അതിന്റെ ടാഗ് പോസിറ്റീവ് എഴുതാൻ പാടുള്ളൂ. കാരണം ലിറ്റിൽ ഈസ് എ നെഗറ്റീവ് വേർഡ്. അപ്പൊ എ ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, എ ലിറ്റിൽ മീൻസ് സം എന്നാണ്. എ ലിറ്റിൽ. ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നത്തിങ് എന്നാണ്. നേരെ മറിച്ച് എ ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എന്നർത്ഥം. അപ്പൊ നമുക്ക് പറയാനായിട്ട് സാധിക്കും, എ ലിറ്റിലും എ ഫ്യൂവും നമ്മൾ ഉപയോഗിക്കുന്നത് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട്, ചില വാക്കുകളെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് എ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ നമ്മൾ ഉപയോഗിക്കും. യെസ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഫ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലിറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് നത്തിങ് നെഗറ്റീവ് ആണ്. അതിന് രണ്ടിന്റെയും കൂടെ എ വരുമ്പോഴാണ് സം എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. യെസ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം കൂടി പറയാനുള്ളത്, ഒന്ന് കൗണ്ടബിൾ ആയിട്ടും അടുത്തത് അൺകൗണ്ടബിൾ ആയിട്ടുള്ള വസ്തുക്കളുടെ കൂടിയാണ് ഉപയോഗിക്കുന്നത്. ലിറ്റിൽ എപ്പോഴും അൺകൗണ്ടബിൾ, എണ്ണാൻ പറ്റാത്ത വസ്തു. മിൽക്ക് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ബുക്കുകളാണെങ്കിൽ നമുക്ക് എണ്ണാം. എ ഫ്യൂ ബുക്സ്, ഐ ഹാവ് എ ഫ്യൂ ബുക്സ്, ഐ ഹാവ് എ ഫ്യൂ ഫ്രണ്ട്സ്. അത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. കൗണ്ട് ചെയ്യാൻ പറ്റുന്ന സംഖ്യയുടെ കൂടെ എന്ത് വരുന്നു? അതിന്റെ കൂടെ നമുക്ക് വരുന്നത് ഫ്യൂ എന്ന് പറയുന്ന വേർഡാണ്. അപ്പൊ എ ലിറ്റിലും എ ഫ്യൂവും തമ്മിലുള്ള ഡിഫറൻസും അത് തമ്മിലുള്ള അർത്ഥവും ഇത് മനസ്സിലൊന്ന് ഫീഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു പ്രൊഫഷന്റെ കൂടെ അത് വരുമെന്ന് പറഞ്ഞു. ഒരു ഏകം, ഒറ്റയ്ക്ക്, വൺ എന്നുള്ള അർത്ഥത്തിൽ വരുമെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ലിറ്റിൽ എ ലിറ്റിൽ ആവാം, ഫ്യൂ എന്നുള്ളത് എ ഫ്യൂ ആവാം. ഓക്കെ, അടുത്ത് നമ്മൾ ഇതിന്റെ ഉപയോഗം പറയുന്നത്, ഇപ്പൊ ചില കാഴ്ചകളൊക്കെ നമ്മൾ കാണുകയാണ്. അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ താഴെ നിന്നുകൊണ്ട് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഒരു
വാട്ടർഫാൾസ് നമ്മൾ കാണുന്നു. അപ്പൊ നമ്മൾ എന്ത് പറയും? എന്തൊരു മനോഹരമായ വാട്ടർഫാൾസ്, എന്തൊരു അല്ല അവിടെ ആ ഒരു ഏരിയ എന്തൊരു മനോഹരമായ കാഴ്ച. അപ്പൊ നമ്മൾ എന്നെ എക്സ്ക്ലമേറ്ററി ആയിട്ട് ആശ്ചര്യത്തോടു കൂടി നമ്മൾ പറയുമ്പോൾ വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ടർഫാൾ. വാട്ടിന്റെ അവിടെ എന്ത് വരുന്നുണ്ട്? ഏതുകൂടി വരുന്നത്. വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ടർഫാൾ. അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പറയും വാട്ട് ബ്യൂട്ടിഫുൾ സൈറ്റ് എന്നല്ല, വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കിയത് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാട്ട് എ ടേസ്റ്റി ഫുഡ്, എന്തൊരു മനോഹരമായ ടേസ്റ്റുള്ള ഫുഡ്. ഓക്കെ, അപ്പൊ ആ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ കൂടെയും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കടന്നു വരും. അപ്പൊ ഇതാണ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളിനെ കുറിച്ച് പ്രധാനമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം. അപ്പൊ ഒരു പ്രൊഫഷന്റെ കൂടെ അപ്പൊ ഒരു പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ മിസ്റ്റർ രമേശ് ഈസ് ഡാഷ് എഞ്ചിനീയർ, അടിയിൽ എ ഉണ്ടാവും, ആൻ ഉണ്ടാവും, ദി ഉണ്ടാവും. അപ്പൊ അവിടെ ഏത് വാക്കാണ് പൂരിപ്പിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ വെച്ച് പൂരിപ്പിക്കും. ഓക്കെ, ശരി. അപ്പൊ ഞാൻ ആർട്ടിക്കിൾ എന്ന സംഗതി അവിടെ നിർത്തുകയാണ്. എന്നിട്ട് ഞാൻ വേറൊരു സംഗതിയിലോട്ട് കിടക്കുകയാണ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് കോൺകോഡ്. കോൺകോഡ് എന്ന് പറയുന്ന സംഗതിയിലോട്ട് കിടക്കുകയാണ്. യെസ്, അതിനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഒരു ആക്ടിവിറ്റിയിലോട്ട് പോകണം. ഓക്കെ, യെസ്, കോൺകോഡ് എന്ന് പറയുന്ന ഒരു സംഗതിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പൊ കോൺകോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഞാൻ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബുക്കിൽ ഒരു വാചകം വരും. രാമൻ ഈസ് going to forest. Raman is going to forest. Okay, avadukette Lindsay Jackson. Yes, sir. Adu vaaicha vaajagam. Raman is going to forest. Appo Raman ennu parnu kayinal subject aanu alle, perale. Yes. Noun ആണ്. ഓക്കെ, സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് സെയിം പാറ്റേൺ എടുക്കാം. ഈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസ് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബ് ആണ്. വെർബാണ്. വെർബ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെർബ്. രാമൻ വെർബ് ആകുന്നു. ആ ആകുന്നു എന്നുള്ളതിനോട് നമ്മൾ എന്തും ചോദിക്കാം. എന്താകുന്നു? അതിന് ആൻസർ ഇല്ല. എവിടെ പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എവിടെ പോകുന്നു? കാട്ടിലേക്കാണ് പോകുന്നത്. Going to the forest. രാമൻ is going to forest. അടുത്തൊരു വാചകം. രാമൻ ആൻഡ് സീത are going to forest. മേഘന Yes, sir. ഇത് വായിച്ചിട്ട് ഇതിന്റെ സബ്ജക്ട് പറഞ്ഞേ. Raman and Sita are going to forest. Raman and Sita are the subject. Are is a verb. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ്. അപ്പൊ നോക്കി, ആദ്യത്തെ ഇതില് വെർബ് ഈസ് ആയിരുന്നു. രണ്ടാമത്തേല് വന്നു കഴിഞ്ഞപ്പോ അതെന്തായി? ആറായി. അപ്പൊ നമുക്ക് ബേസിക് ആണ് ഈ കാര്യം നമുക്കറിയാം. ആദ്യം രാമൻ മാത്രമേ ഉണ്ടായുള്ളൂ, ഒരാളെ ഉള്ളൂ. അപ്പൊ സിംഗുലർ ആണ് സബ്ജക്ട്. സിംഗുലർ ആകുമ്പോൾ അവിടെ ഈസ് മതി. രണ്ടാമത് നമ്മൾ നോക്കുമ്പോൾ രാമനുണ്ട്, കൂടെ ആരുണ്ട്? സീതയുണ്ട്. അപ്പൊ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് പറയാം അത് പ്ലൂറൽ ആണ് സബ്ജക്ട്. പ്ലൂറൽ ആണെങ്കിൽ അവിടെ ഈസ് പറ്റില്ല, അവിടെ എന്ത് പറയണം? ആറ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, സബ്ജക്റ്റില് വരുന്ന വ്യത്യാസം അനുസരിച്ച് വെർബില് ഒരു വ്യത്യാസം വരും. സബ്ജക്റ്റ് സിംഗുലർ ആയപ്പോ അവിടെ നമ്മൾ എന്ത് ചെയ്തു? ഈസ് ഉപയോഗിച്ചു. സബ്ജക്റ്റ് പ്ലൂറൽ ആകുമ്പോൾ അവിടെ എന്ത് ഉപയോഗിച്ചു? ആർ ഉപയോഗിച്ചു. ഇനി നമ്മുടെ സബ്ജക്റ്റ് ഐ എന്നാണെങ്കിൽ നമ്മൾ അവിടെ ആം എന്ന് ഉപയോഗിക്കുള്ളൂ. ഐ ആം ഗോയിങ് ടു ഫോറസ്റ്റ്. ഐ ഈസ് എന്ന് പറയില്ല, ഐ ആർ എന്ന് പറയില്ല, ഐ ആം ഗോയിങ് ടു ഫോറസ്റ്റ് എന്ന് പറയും. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഇംഗ്ലീഷില് ഒരു വാചകം എഴുതുമ്പോൾ ഈ സബ്ജക്റ്റും ഉപയോഗിക്കുന്ന വെർബും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്. അതിനെയാണ് കോൺകോഡ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് മീൻ ബൈ കോൺകോഡ്? There is a connection between the subject used and the verb used. ഒരു സെന്റൻസ് ഉപയോഗിച്ചിരിക്കുന്ന സബ്ജക്റ്റും ആ സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്ന വെർബും തമ്മിൽ അവിടെ എന്തുണ്ട്? ഒരു കണക്ഷൻ ഉണ്ട്. ആ കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്?
കോൺകോഡ് എന്ന് പറയും. കോൺകോഡ്. അപ്പൊ കോൺകോഡ് എന്താണെന്ന് മനസ്സിലായില്ല? സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ബന്ധത്തെയാണ് കോൺകോഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി റോഷിനി കുഞ്ഞുമോൻ. ഓക്കെ, അടുത്തൊരു വാചകം ഞാൻ പറയുകയാണ്, എല്ലാവരും എഴുതിക്കൂട്ട. വാചകം ഇതാണ്. They dash working, working in a bank. BANK, bank. Okay. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, കോമ ആം ഉണ്ട്, ആർ ഉണ്ട്. ഒരെണ്ണം വെച്ച് പൂരിപ്പിച്ച്. ഈസ് ഉണ്ട്. ഞാൻ പറയട്ടെ സാർ? ഒരു മിനിറ്റ്. ചോദ്യം മനസ്സിലായില്ലേ? അതായത് they dash working in a bank. ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ ഓക്കെ. they are working in the bank. എന്തുകൊണ്ട് they ഈസ് എന്ന് പറയേണ്ടത്? സാർ ബാങ്കിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നല്ലേ, അതുകൊണ്ടാണ് ഉദ്ദേശിച്ചത്. ഞാൻ പറയട്ടെ സാർ? അത് എന്ന് പറഞ്ഞാ ജോലി ചെയ്യുന്ന ധാരാളം ആൾക്കാരുള്ളത് കൊണ്ടല്ല, സബ്ജക്ട് എന്തായിരുന്നു അവിടെ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവർ എന്ന് പറയുന്നത് മോർ ദാൻ വൺ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? അവിടെ വന്നത്. ഓക്കെ. മറ്റേത് നമ്മൾ എടുക്കേണ്ട കാര്യമില്ല, സബ്ജക്റ്റ് ആണ് എപ്പോഴും നമ്മൾ നോക്കും. ഓക്കെ ഓക്കെ. ആ ദേ എന്നുള്ളതിന് പകരം സിമി അവിടെ ഷീ എന്നാണ് വന്നതെന്ന് വിചാരിക്കും. അപ്പൊ അവിടെ എന്ത് ഉപയോഗിക്കും? സിമി രഞ്ജിത്ത്, അവിടെ ഷീ എന്നാണ് വന്നത്. അപ്പൊ ഷീ വരുമ്പോ ഒരാളാണ്, അപ്പൊ ഈസാവും. അവിടെ ഈസാവും. ഷീ എന്ന് പറയുമ്പോ അവൾ ഒരാളെ ഉള്ളൂ, അപ്പൊ അവിടെ എന്താവും? അവിടെ ഈസ് വരും. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി റഷീദ ഫർസത്ത്. അവിടെ ദേ വരുമ്പോ എന്താണെന്ന് പറഞ്ഞു, ഷീ വരുമ്പോ എന്താണെന്ന് പറഞ്ഞു. അവിടെ പ്ലേയേഴ്സ്, PLAYERS, പ്ലേയേഴ്സ് ആണ് എനിക്ക് തോന്നുന്നത്. പ്ലേയേഴ്സ് ആകുമ്പോ ദേ ഇല്ല, ദേക്ക് പകരം പ്ലേയേഴ്സ് എന്നാന്ന് വിചാരിക്കും. PLAYERS, പ്ലേയേഴ്സ്. അപ്പൊ എന്ത് തോന്നുന്നത്? ഈസ് വരും, ആമ്പരും, ആറ് വരും. വെരി ഗുഡ്, റൈറ്റ്. 6 വരുമ്പോ കറക്റ്റ് ആണ്. എന്തുകൊണ്ടാണ് അത് പറഞ്ഞത്? കാരണം നമുക്ക് മനസ്സിലായി പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരില്ല, അപ്പൊ പ്ലൂറലാണ്. അതുകൊണ്ട് അവിടെ 6 വരും. നേരെ മറിച്ച് അവിടെ പ്ലെയർ എന്നായിരുന്നെങ്കിലോ അപ്പൊ ഈസ് വരും. അപ്പൊ മനസ്സിലായില്ല? there is a connection between subject used and the verb used. that connection is called concord. അതിനെയാണ് കോൺകോഡ് എന്ന് പറയുന്നത്. യെസ്, ഓക്കെ. ഇനി സുരമ്യയോടാണ് ചോദ്യം, പക്ഷെ എല്ലാവരും എഴുതുക. യെസ്, എഴുതിക്കും. സുരമ്യ എഴുതിക്കും, എന്നിട്ട് പറഞ്ഞാൽ മതി. ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ ഒരു ബുദ്ധിമുട്ടുണ്ട്. കേട്ടാ മതി. ബ്രെഡ് ആൻഡ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ബി അങ്ങനെ. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് അവർ ഫുഡ്, FOOD, ഫുഡ്. യെസ്. എന്നിട്ട് ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. ബ്രെഡ് ആൻഡ് ബട്ടർ ഡാഷ് അവർ ഫുഡ്, ബ്രാക്കറ്റിൽ ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. ഓക്കെ. സുരമ്യ എങ്ങനെ ഫില്ല് ചെയ്യും? ഓക്കെ. അപ്പൊ സുരമ്യയുടെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ടും തെറ്റിദ്ധാരണ ഇല്ലാത്തതുകൊണ്ടും കറക്റ്റ് ലോജിക്കിൽ ചിന്തിച്ചത് കൊണ്ടുമാണ് സുരമ്യ അവിടെ എന്ന് പറഞ്ഞത് 6 എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ 6 എന്ന് പറഞ്ഞത് തെറ്റാണ്. അപ്പൊ ഒരു പക്ഷേ ഓക്കെ, എല്ലാവരും കേട്ടാൽ മതി, കുറച്ച് പേർക്ക് അറിയാൻ പറ്റും. കാരണം നിങ്ങളപ്പോ കുറച്ച് പേര് ചിന്തിക്കും ബ്രെഡ് ഒരെണ്ണം, രണ്ടാമത് ബട്ടർ, അപ്പൊ 2 ആയിട്ടില്ലേ, അപ്പൊ പ്ലൂറലായില്ലേ. നേരത്തെ രാമൻ ആൻഡ് സീത
രണ്ട് ഐറ്റം വന്നു കഴിഞ്ഞപ്പോ നമ്മളവിടെ 6 ഉപയോഗിച്ചതല്ലേ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അത് 6 എന്ന് പറയുന്നത് എന്ത് എന്നൊരു പക്ഷെ നിങ്ങൾ കുറച്ച് പേര് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അത് ആരുടെ ലാംഗ്വേജ് ആണ്? സായിപ്പ് തന്നിട്ട് പോയ ലാംഗ്വേജ് ആണ്. യെസ്. അതിന്റെ അത് ചില സ്ഥലങ്ങളിലൊക്കെ കുറച്ച് എക്സെപ്ഷൻസ് ഒക്കെ. ആ എക്സെപ്ഷനിൽ വന്ന സംഗതിയാണ് ഈ ബ്രെഡ് ആൻഡ് ബട്ടർ. നമ്മൾ ബ്രെഡ് കഴിക്കുമ്പോൾ ഇറച്ചിയുടെ ചാറ് കൂട്ടി കഴിക്കും, ചിലപ്പോ മീനിന്റെ ചാറ് കൂട്ടി കഴിക്കും, അതല്ലെങ്കിൽ ഉപ്പേരി കൂട്ടി കൂടെ കഴിക്കും. പക്ഷെ സായിപ്പ് കഴിക്കുകയാണെങ്കിൽ എന്ത് കഴിക്കുള്ളൂ? ഇഫ് ദർ ഇസ് എ ബ്രെഡ് ദർ ഇസ് എ ബട്ടർ. ബ്രെഡ് കഴിക്കുന്നുണ്ട്, കൂടെ എന്തുണ്ടാവും? ബട്ടറും ഉണ്ടാവും. ഇത് രണ്ടും ഒരുമിച്ച് കഴിക്കുന്നു. അപ്പൊ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് എഴുതുമ്പോൾ നമുക്ക് രണ്ടായിട്ട് തോന്നുമെങ്കിലും നിങ്ങൾ ബുദ്ധിയുള്ളവർ ചിന്തിക്കണം, ഇത് സായിപ്പിന്റെ ഫുഡാണ്, ഇത് ഇങ്ങനെ എഴുതും, പക്ഷെ അത് വേറെ വേറെയല്ല കഴിക്കുക. ആദ്യം കുറച്ച് ബ്രെഡ് കഴിച്ചു, പിന്നെ കുറെ നേരം കഴിയുമ്പോൾ കുറച്ച് ബട്ടർ കഴിച്ചു, അങ്ങനെയല്ലല്ലോ. അപ്പൊ wherever there is bread there is always butter. അപ്പൊ ഇത് രണ്ട് സിംഗുലർ ആയിട്ട് തോന്നുമെങ്കിലും അത് സിംഗുലർ അല്ല, പ്ലൂറൽ ആണെന്ന് ചിന്തിക്കും. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്? ഈസ് ആണ്. എന്തുകൊണ്ട് ഈസ് വന്നു പിടികിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കെ, ചിലപ്പോൾ പരീക്ഷകൾക്ക് ഇത് തന്നെ വരും. അപ്പൊ നിങ്ങള് ബ്രെഡ് ആൻഡ് ബട്ടർ കാണുമ്പോൾ രണ്ടായിട്ട് ഉണ്ടല്ലോ, 6 എടുക്കട്ടെ നിങ്ങൾ പറഞ്ഞു പോകും. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? അങ്ങനെ ചെയ്യരുത്. ഈസ വരുവാണ്, എക്സെപ്ഷൻ പുറത്തേക്ക്. ഓക്കെ, ഇനി അടുത്തത് ആര്യ വികാസ്. എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോട്ടെ. അടുത്ത വായിച്ചോ. ബ്രാൻഡി ആൻഡ് സോഡ, BRANDY, ബ്രാൻഡി ആൻഡ് സോഡ, SODA, സോഡ. ഡാഷ് ഗുഡ്, GOOD, ഗുഡ് ഡ്രിങ്ക്, DRINK, ഡ്രിങ്ക്. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്. അരിയ പൂരിപ്പിച്ചോളൂ. ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. നോക്കിക്കോളൂ, ഒരു മിനിറ്റ് നോക്കിക്കോളൂ, നോ പ്രോബ്ലം. എല്ലാവരും മനസ്സിലൊന്ന് പൂരിപ്പിച്ചില്ലെങ്കിൽ മനസ്സിലൊന്ന് കരുതി വെക്കാട്ടോ. ഇപ്പൊ കുറച്ച് പേര് ചിന്തിക്കണേ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കുറിച്ചിട്ട് കാണും. പറഞ്ഞോളൂ. ബ്രാൻഡി എന്ന് പറയുമ്പോ പ്യൂരൽ ആവുന്നത്. അപ്പൊ സോഡ എന്ന് പറയുമ്പോ ബ്രാൻഡി ആൻഡ് സോഡ ആം ഗുഡ് ഡ്രിങ്ക്. ഏതാണ്? ആം. ഓക്കെ, അവിടെ നിന്നോട്ടെ. ഇനി വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? അപ്പൊ ഈസ് ആം ആറ് വരുന്നു. ആറാണ്. ഈസ് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പറയാം. ഓക്കെ, വിഷയത്തിലോട്ട് വരാം. ഓക്കെ, ആം എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിരിക്കുക, ഐ സബ്ജക്റ്റ് ആകുമ്പോഴേ അതിന്റെ കൂടെ എന്ത് വരുള്ളൂ? ആം വരുള്ളൂ. ബ്രാൻഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് എനിക്ക് നമ്മുടെ ലിൻസിക്ക് അറിയില്ല എന്ന് തോന്നുന്നു അല്ലെ? ഇത് ഒരു മദ്യമാണ്. അപ്പോ അതൊരു ദ്രാവക രൂപത്തിലിരിക്കുന്ന സംഗതിയാണ്. പിന്നെ അതിന്റെ കൂടെ എന്താ ഉണ്ട്? സോഡ. അപ്പോ നമ്മൾ നാട്ടിലുള്ള, നമ്മൾ കേരളീയത്തിലുള്ള മദ്യപാനികൾ എന്ത് ചെയ്യും? പച്ചവെള്ളം ഒഴിച്ചു ചെല്ലുക, മദ്യപിക്കുക, ആ ഒരു സ്റ്റൈൽ എടുക്കും. പക്ഷേ നിങ്ങൾ ഇംഗ്ലീഷ് സിനിമയോ അല്ലെങ്കിൽ വേറെ വല്ല കണ്ടിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് മദ്യപിക്കുന്ന ആളുകൾ, വിദേശിയെ മദ്യപിക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അവര് മദ്യം ഒഴിക്കുന്നു, സോഡ ഒഴിക്കുന്നു, അതിന്റെ മുകളിൽ ഒരു ചെറുനാരങ്ങ കീറിയിട്ട് ആ ഗ്ലാസ്സിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നു. ആ ചെറുനാരങ്ങയുടെ നീര് അതിൻ്റെ അകത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ ആ മദ്യം മുഴുവൻ, ഒരു ഗ്ലാസ് മദ്യം അത് കഴിച്ച് തീരാൻ ചിലപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിലോ അരമണിക്കൂറൊക്കെ പിടിക്കും. ആദ്യം ഒരു ചെറിയൊരു സിപ്പ് കഴിച്ചു, പിന്നെ അവിടെ വെച്ച് കുറെ നേരം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു, വീണ്ടും കുറെ നേരം കഴിയുമ്പോൾ അടുത്തൊരു സിപ്പ് കഴിച്ചു. ഇത് നമ്മുടെ നാട്ടിലെ മദ്യപിക്കുന്ന ആളുകൾക്ക് അറിയില്ല. അവരുടെ വിചാരം അത് അങ്ങനെയാണ് സായിപ്പ് മദ്യപിക്കുന്നത്. നമ്മൾ അങ്ങനെയല്ല. ചെല്ലുന്നു, പച്ചവെള്ളം ഒഴിക്കുന്നു, എന്താണ് ഒഴിക്കുന്നത്? ഒറ്റ വരി. ഈ രീതിയിലാണ് കഴിക്കുന്നത്. ഓക്കെ റോഷനി. അപ്പൊ നമുക്ക് അങ്ങനെ എടുക്കണ്ട. പണ്ട് ഞാൻ ഒരിക്കല് പത്രത്തില് ഒരു ജനുവരി 1-ാം തീയതി
ഇത് ഒരു ലേഖനം വന്നിരുന്നു, മാതൃഭൂമിയിൽ അതിൻ്റെ ഒരു ഓർമ്മ. അപ്പൊ എന്ത് ചെയ്യുന്നു വെച്ചാൽ അതിൻ്റെ അകത്ത് വെടിപ്പായി അടിക്കാൻ, ഇതാണ് ഹെഡിങ്. മദ്യപാനം ഒഴിവാക്കാൻ പറ്റാത്തവർക്ക് മദ്യപിക്കുകയാണെങ്കിൽ വെടിപ്പായി അടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു ഹെഡിങ്. അപ്പൊ അതിൻ്റെ അകത്ത് അവർ കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്, എപ്പോഴാണ് മദ്യപിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് മദ്യപിക്കേണ്ടത് എന്നുള്ള കുറെ ഇങ്ങനെയേ മദ്യപിക്കാവൂ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ കുറെ ആൾക്കാര് കൈവിട്ട മദ്യപാനികൾ ഉണ്ടായിരുന്നു. ഇത് ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ട് ജനുവരി 1-ാം തീയതി എല്ലാവർക്കും ഒരു കവറിലിട്ട് കൊടുത്തു. കാരണം അവർക്ക് അത് നിർത്താൻ പറ്റുമെന്ന് എനിക്കറിയാം. അപ്പോ ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഭക്ഷണം കഴിച്ചതിന് ശേഷമേ മദ്യപിക്കാവുന്നതാണ്. പക്ഷെ നമ്മളൊക്കെ നല്ല തിരിച്ചാണ്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പാണ് മദ്യപിക്കുന്നത്. യെസ്. പിന്നെ മദ്യത്തോടൊപ്പം ഒരിക്കലും മധുരമുള്ള ഒരു സാധനം ചേർക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ നാട്ടിലെ ആളുകൾ മദ്യപിക്കുമ്പോൾ പെപ്സിയോ കൊക്കോകോളയോ അല്ലെങ്കിൽ സ്പ്രിന്റോ ചേർക്കുന്നു. അതൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതുകൊട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നേരത്തെ നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെയുള്ളൊരു വാക്കാണ് ഇഫ് ദർ ഇസ് എ ബ്രാൻഡി ദർ ഇസ് എ സോഡ. ബ്രാൻഡ് ചെയ്യേണ്ട അതിന്റെ കൂടെ എന്തുണ്ടാവണം? സോഡ ഉണ്ടാവണം. ഇത് രണ്ടും ഒരുമിച്ച് പോണ സംഗതിയാണ്. അതുകൊണ്ട് ഇവിടെ ആർ എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും കുറച്ച് പേർക്ക് അത് തോന്നി ആറെന്ന് പറഞ്ഞു. കാരണം അവർ നോക്കിയപ്പോ ബ്രാൻഡി ഒരു ഐറ്റമാണ്, അടുത്ത ഐറ്റം എന്താണ്? സോഡ. രണ്ട് ഐറ്റം ഇല്ലേ? അത് അവരുടെ നല്ല മനസ്സ്, അവരുടെ നിഷ്കളങ്കമായ മനസ്സിൽ അവർക്ക് ബുദ്ധി തോന്നിയില്ല. മറിച്ച് ഇതിങ്ങനെ കണ്ടപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടാകും എന്ന് തോന്നിയ കുറച്ച് പേരുണ്ട്. അവർ ചിന്തിച്ചപ്പോൾ അവരൊന്ന് പറഞ്ഞു ഈസ് എന്ന് പറഞ്ഞു. ഈസ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഈസ് എഴുതി. ഓക്കെ, യെസ്. അടുത്തത് ലിൻസി നേരത്തെ പറഞ്ഞല്ലേ, ഗ്രീഷ്മ പറഞ്ഞു. അടുത്ത ആരാണ്? ഒരു നിങ്ങളിപ്പോ ഇങ്ങനെയൊക്കെ പറയുന്നത് മറന്നുപോകില്ല. Sir, അത് ആണല്ലേ സർ വരുക brandy and soda, because the brandy and soda is a compound subject and two things together, no sir. So we use a plural verb. No, singular verb. Singular verb. Ask me. Sir. Okay. Ask me അടുത്ത ചോദ്യം എല്ലാവരും എഴുതിക്കോളൂ. യെസ്, ചോദ്യം ഇതാണ്. A black and white, a black and white photo, photo, photo dash seen, seen, seen there, there. ഓക്കെ, ബ്രാക്കറ്റിൽ ഈ സാമാനുണ്ട്. ഇഷ്ടമുള്ള പൂരിപ്പിച്ചോളൂ ആസ്മി. സാറ് അതില് ഈസ് ആണോ എന്താ പേരെന്ന് പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞേ? ഈസ്, കോമ ആം, കോമ ആർ. Sir, പറയട്ടെ. പറഞ്ഞോളൂ. A black and white photo is seen there. അപ്പോ ആസ്മി പറയുന്നു ഈസ് ആണെന്ന്. ഈസ് അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും? നോ അല്ലേ? ഈ അഭിപ്രായം പിടിച്ചാൽ ശരിയാവില്ല. 2 പ്രാവശ്യം നമുക്ക് ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ശരിയായില്ല അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ആൻസർ കറക്റ്റ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലാക്കും വൈറ്റും എന്ന് എടുക്കണ്ട, അത് ഒന്നിച്ച് നമ്മൾ എടുത്താൽ മതി കേട്ടോ. സിംഗുലർ ആയിട്ട് നമ്മൾ പരിഗണിച്ചാൽ മതി. പക്ഷേ ഒരു കാര്യം കൂടി, എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലൂറൽ. ഒരു ബ്ലാക്കും ഒരു വൈറ്റും എന്നായപ്പോ എ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറയുമ്പോൾ അവർ സിംഗുലർ ആവുള്ളൂ. അത് മറക്കരുത്. എ ബ്ലാക്ക് ആൻഡ് എ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈസ് വരില്ല, ആർ വരും. യെസ്, ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിച്ചേക്കാം. അപ്പൊ ഇവിടെ എന്താ വരുള്ളൂ? ഈസ് വരുള്ളൂ. ഓക്കെ. അടുത്തത് അശ്വതി സുധീർ. ഓക്കെ, എല്ലാവരും എഴുതിക്കുള്ളൂ. അശ്വതിയുടെ ആൻസർ പറയേണ്ടല്ലോ. അപ്പൊ അശ്വതിയോട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. The secretary and treasurer, TRE,
ASURER, treasurer of the committee, CO, MMITTEE, committee dash present in the meeting. Dash present in the meeting. I will repeat the sentence. The secretary and treasurer of the committee dash present in the meeting. Okay. Bracket is, comma, am, comma, are, comma. നിങ്ങൾ ഓരോരുത്തരും ചെയ്യണോട്ടാ. തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് ചെയ്തോ. അപ്പൊ പിന്നെ അത് മറന്നുപോകില്ല. അതാണ്. പ്രസന്റ് കഴിഞ്ഞിട്ടെന്താ പറഞ്ഞേ? എന്തോ പ്രസന്റ് കഴിഞ്ഞിട്ടെന്താ? പ്രസന്റ് in the meeting. In the meeting. Separate, sir. The secretary and treasurer of the committee are present in the meeting. Okay. അപ്പോൾ അശ്വതി ചിന്തിച്ചത് സെക്രട്ടറി, അപ്പോൾ ഒരാള് സെക്രട്ടറി അല്ലേ, ആൻഡ് ട്രഷറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖജാൻജി നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ. അപ്പൊ സെക്രട്ടറിയും ഖജാൻജിയും, കമ്മിറ്റിയിലുള്ള സെക്രട്ടറിയും ഖജാൻജിയും മീറ്റിംഗിൽ പ്രസന്റ് ആണ് എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അശ്വതി അവിടെ ആർ എന്ന് പറഞ്ഞത്. ഇനി ആർക്കെങ്കിലും ആർ അല്ല എന്ന അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? സാർ ഈസ് ആയിരിക്കൂലേ? ഈസാണ്. യെസ്, ഈസ് ആയിരിക്കില്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്കൊരു സംശയം. എന്തുകൊണ്ടാണ് അവിടെ ഈസ് എന്ന് നമ്മൾ പറയാൻ കാരണം? ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് പറയുമ്പോൾ ഒരാളായിരിക്കും, അല്ലെങ്കിൽ അവിടെ ആൻഡ് ദ ട്രഷറർ എന്ന് പറയുമ്പോൾ രണ്ടാളായിരിക്കും. വെരി ഗുഡ് ആൻസർ. വെരി ഗുഡ് കേട്ടോ, വെരി ഗുഡ്. കൺഗ്രാജുലേഷൻ. നമുക്ക് അശ്വതി ഒരു കാര്യം മനസ്സിലാക്കണം, ഇവിടെ ഈസേ വരുള്ളൂ. നമുക്കത് കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഓക്കെ, ദ സെക്രട്ടറിയും ഞാൻ എപ്പോഴും പറഞ്ഞുതരാം എല്ലാവർക്കും കൂടി ഉണ്ട്. സെക്രട്ടറിയും ഖജാൻജിയും, കമ്മിറ്റിയുടെ സെക്രട്ടറിയും ഖജാൻജിയുമായ ആളെന്ന് അവിടെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ വിചാരിക്കും അതെങ്ങനെയാണ് മനസ്സിലായതെന്ന് ചോദിക്കും. നേരെ മറിച്ച് രണ്ടും രണ്ടാളുകളാകണമെങ്കിൽ ഇത് എങ്ങനെ എഴുതണമെന്ന് അറിയാമോ? ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ. ഇങ്ങനെ വരുമ്പോഴാണ് രണ്ടും രണ്ടാളാവും. നേരെ മറിച്ച് ദ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്ന് എഴുതി കഴിഞ്ഞാല് ഇത് രണ്ടിന്റെ ചാർജ് ഒരാൾക്കാണ്, ഒരാൾ തന്നെയാണ്. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത കേട്ടോ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ട്രഷററും ഖജാൻജിയും സെക്രട്ടറിയും ഒരാൾ തന്നെയാണ്. അമൃത ഇസ് എ വെരി ഗുഡ് ആൻസർ. ഓക്കെ. ഈസ് ആണ് കറക്റ്റ് ആൻസർ. അതെങ്ങനെ അവിടെ മനസ്സിലാക്കുക രണ്ടും ഒരാളാണ് എന്നുള്ളത്? അവിടെ അടുത്ത സെന്റൻസിൽ മനസ്സിലാക്കാം. ഓക്കെ. അടുത്ത സെന്റൻസ് എഴുതിക്കും. The secretary and the treasurer of the committee dash present, PRECNT, present in the meeting. അപ്പോ റഷീദ ഫർസാത്ത് തന്നെ ആൻസർ പറയേണ്ടതുണ്ട്. അതെങ്ങനെ മനസ്സിലാക്കാന്നുകൊണ്ട് സാധനം അത് കിടപ്പുണ്ട്. ഓക്കെ, അത് തന്നെയാണ് നേരത്തെ അമൃത പറയുകയും ചെയ്തത്. അപ്പൊ അത് ശ്രദ്ധിച്ചില്ല, അതിനെ പറ്റിയത് നോക്കിയാ എങ്ങനെ മനസ്സിലാക്കാന്നുകൊണ്ട് സാധനം അത് കിടപ്പുണ്ട്. ദീ വന്നപ്പോ രണ്ടും രണ്ടാളാണ്. മനസ്സിലായില്ലേ? റഷീദ ആദ്യത്തെ നോക്കിയ സെക്രട്ടറി ആൻഡ് ട്രഷറർ എന്നാണ്. രണ്ടാമത്തിൽ വന്നപ്പോ മാറിയണ്ട, ദ സെക്രട്ടറി ആൻഡ് ദ ട്രഷറർ. അപ്പൊ രണ്ടുപേര്. അപ്പൊ പ്ലൂറലായി. അപ്പൊ അവിടെ എന്ത് വരുന്നു? ആറ് വരുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൈസ് മലയാളത്തിലെ സൈഡിൽ എന്തെങ്കിലും കുറിച്ചിട്ടോ, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൈസ് നിങ്ങളുടെ നോട്ടാണ്. പിന്നീട് എപ്പോഴെങ്കിലും നോക്കുമ്പോൾ ഇത് എന്ത് മറ്റേ പ്രശ്നമാണ്, ഏതാണ് ഇങ്ങനെ വന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന സൈസ് കുറിച്ചിട്ട് അത് കുഴപ്പം. ഓക്കെ, ഇനി ഫാത്തിമ പറഞ്ഞാണല്ലോ അല്ലേ?
ഫൗസിയ. Yes, sir. ഓക്കെ, ഫൗസിയോടാണ് ചോദ്യം. എല്ലാവരും എഴുതിക്കോ കേട്ടോ. മൈ അങ്കിൾ, UNCLE, അങ്കിൾ, ആൻഡ് ഗാർഡിയൻ, GUARDIAN, ഗാർഡിയൻ, രക്ഷകർത്താവ്, ഗാർഡിയൻ, ഡാഷ് coming to school, dash coming to school. ബ്രാക്കറ്റില് ഞാൻ ഇനി എഴുതിക്കോ, ഈസ് ആം ആർ, ബ്രാക്കറ്റില് ഈസിന്റെ ആമുണ്ട് ആറ്, അങ്കിള്, ഗാർഡിയൻ, രക്ഷകർത്താവ്. ഓക്കെ, അവിടെ എന്ത് വെച്ച് പൂരിപ്പിക്കും? അത് കൊള്ളാല, ഞാൻ അങ്ങാടി വെച്ചിട്ട് ഇങ്ങോട്ട് ചോദിക്കാനാണ്. ഫൗസിയൊക്കെ എന്താണ് ഓർക്കുന്നത് വെച്ചാൽ അത് പറഞ്ഞു. ഈസിൽ ഉറച്ചു. ഓക്കെ, അപ്പൊ ഫൗസിയ ഈസി നിൽക്കുകയാണ്. ഈസ് അല്ലാതെ വേറെ എന്തെങ്കിലുമാണ് എന്ന അഭിപ്രായമുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ആര് പറയുന്നു? ആറാണെന്ന് പറയുന്നു. സിമി എന്ത് പറയുന്നു? ആറാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ആര്യയും സിമിയും ആറിന്റെ പക്ഷത്ത് നിൽക്കുകയാണ്. യെസ്. പിന്നെ സാർ ക്വസ്റ്റ്യൻ അതെ, ദ അങ്കിൾ ഗാർഡിയൻ അങ്ങനല്ലായിരുന്നു ക്വസ്റ്റ്യൻ? അയ്യോ സോറി സാറേ, ഈസാണ് ഞാൻ പറയണേ. അങ്കിളും ഗാർഡിയൻ അപ്പോൾ അവിടെ ഗാർഡിയല്ലോ. ഒന്നുമില്ല, I will repeat the question. My uncle and guardian dash coming to school now. ഈ സാമാറും. അപ്പൊ നമ്മുടെ സിമി ആദ്യം മാറിലായിരുന്നു, ഈ പീസിലോട്ട് മടങ്ങി വന്നിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും മാറിലേക്ക് മടങ്ങി വരുന്നതായിരിക്കും. ഇല്ല സാറേ, അങ്കിൾ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയല്ല അവിടെ, പിന്നെ അങ്കിളിനെ ഗാർഡിയൻ ആയിട്ട് നമ്മള് കണക്കാക്കല്ലേ. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഈസാണ്. എന്തുകൊണ്ട് ഈസ് വരുന്നു? മൈ അങ്കിൾ ആൻഡ് ഗാർഡിയൻ, എന്റെ അങ്കിള്, ഹീസ് ആൾസോ. ഓക്കെ ശരിയാ, അങ്കിളും ഗാർഡിയനും ഇവിടെ ആകാണ് സെയിം ആണ്. അപ്പൊ ഒരുപക്ഷെ നേരത്തെ റഷീദ ഫർസാദ് ചോദിച്ച ഒരു സംശയമുണ്ട്, അത് നമുക്ക് എങ്ങനെ മനസ്സിലാവും? ഞാൻ പറയുന്നു അങ്കിള് വേറെ ഗാർഡിയൻ വേറെ, അതെങ്ങനെ മനസ്സിലാവും എന്നുള്ളതിന് അടുത്തത് ചെയ്യുമ്പോൾ മനസ്സിലാവും. എഴുതി, മൈ അങ്കിൾ, അത് ജാസ്മിൻ ആണ് പറയണ്ടേ, ജാസ്മിൻ MA. മൈ അങ്കിൾ ആൻഡ് my guardian dash coming to school, ഓക്കെ. ബ്രാക്കറ്റില് ഈസ് ഉണ്ട്, ആമുണ്ട്, ആറുണ്ട്. യെസ്. അപ്പോ ജാസ്മിൻ പറഞ്ഞാൽ മതി കേട്ടോ ആൻസർ. 2 മിനിറ്റ് കൊച്ചുള്ളവനുണ്ട്. എഴുതിയൊന്നും വേണ്ട, അത് മനസ്സിൽ ആലോചിച്ച് പറഞ്ഞാൽ മതി. റെഡിയാക്കി എടുത്താൽ മതി. കേട്ടില്ല സാർ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ചോദിക്കട്ടെ. നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് ചോദ്യം ഞാൻ ജിഷ സേതുവിന് പാസ് ചെയ്യുന്നു. ജിഷ സേതു പറഞ്ഞു. 6 വന്നു അല്ലേ? എന്ത് ചേതോ വികാരമാണ് ജിഷയെ ആർ എന്ന് എഴുതാൻ വേണ്ടി പ്രേരിപ്പിച്ചത്? എന്ത് വ്യത്യാസമാണ് ജിഷ അവിടെ കണ്ടത്? 2 പേരായിട്ട് മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ അല്ലേ? വെരി ഗുഡ്. അവിടെ രണ്ടാമത്തെ വാചകത്തിന് വ്യത്യാസം വന്നു. മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ, അവിടെ മൈ കൂടി വന്നു. അപ്പൊ 2 പേരെ. അപ്പൊ ഇക്കോളും നമ്മൾ നേരത്തെ ഒരു സംശയം ചോദിച്ച ഒരാളില്ല, ഇത് എങ്ങനെ പിടികിട്ടുമെന്ന് ചോദിച്ച ഒരാളില്ലേ? അപ്പൊ മനസ്സിലായില്ലേ? മൈ അങ്കിൾ
ആൻഡ് ഗാർഡിയൻ എന്ന് പറയുമ്പോൾ ഒരാളുള്ളൂ. നേരെ മറിച്ച് മൈ അങ്കിൾ ആൻഡ് മൈ ഗാർഡിയൻ എന്ന് പറയുമ്പോൾ അവിടെ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ട്. യെസ്, അപ്പൊ അവിടെ എന്താ വരുള്ളൂ? 6 വരുള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെ കുറിച്ചാണ്, കോൺകോഡ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ചാണ്. കോൺകോഡ് എന്ന് പറയുന്ന സംഗതിയെ കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഉപയോഗിക്കുന്ന സബ്ജക്റ്റും ഉപയോഗിക്കുന്ന വെർബും തമ്മിൽ there is a connection, ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെയാണ് നമ്മൾ കോൺകോഡ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു. സബ്ജക്റ്റ് വരുന്നതനുസരിച്ച് വെർബിന് വ്യത്യാസം വരുന്നു. ചില സബ്ജക്റ്റുകൾ കണ്ട പ്ലൂറലായിട്ട് തോന്നുമെങ്കിലും അത് യഥാർത്ഥത്തിൽ പ്ലൂറൽ അല്ല, അത് ചിലപ്പോൾ സിംഗുലർ ആയിരിക്കും. അങ്ങനെയുള്ള എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ബ്രെഡ് ആൻഡ് ബട്ടർ, ബ്രാൻഡി ആൻഡ് സോഡ, റൈസ് ആൻഡ് കറി, സ്ലോ ആൻഡ് സ്റ്റഡി, ഇതൊക്കെ അതുപോലെ സിംഗുലർ ആയിട്ട് വരുന്ന സബ്ജക്റ്റുകളാണ്. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു, ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ രണ്ടും ഒരാളായിട്ട് തോന്നാം, രണ്ടും രണ്ടാളായിട്ട് തോന്നാം. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടികിട്ടി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വളരെ ബുദ്ധിയുള്ള കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് പിടികിട്ടാതിരിക്കില്ല എന്ന് എനിക്കറിയാം. യെസ്, ഇനി വേറൊരു സംഗതിയിലോട്ട് കിടക്കുകയാണ്. നിങ്ങളോട് ഞാൻ കുറെ ചോദ്യങ്ങൾ ചോദിക്കണം. ഓണവുമായി ബന്ധപ്പെട്ട് വരുന്ന സിമ്പിളായ കുറച്ച് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ചോദിച്ചോട്ടെ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമില്ല. അപ്പൊ ഇത് എന്തുകൊണ്ട് ചോദിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് സിമ്പിളായ ചോദ്യം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് വരും കേട്ടോ. ഇപ്പൊ ഞാൻ ആദ്യത്തെ ആയതുകൊണ്ട് ഓണം എടുത്തത് മാത്രമേ ഉള്ളൂ. യെസ്, നിങ്ങൾക്ക് ഉത്തരം പറയാം. കാരണം ഒരിക്കലും ഒരു കുട്ടി പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചു. ചോദ്യം ഇതായിരുന്നു, പശുവിനെ കുറിച്ച് 10 വാചകം എഴുതുക. അപ്പൊ ആ കുട്ടി എഴുതി വെച്ചു, രാവിലെ 6 മണിക്ക് അമ്മ പശുവിനെ തൊഴുത്തിൽ നിന്ന് അയച്ച് തെങ്ങിൽ കെട്ടുന്നു. രണ്ടാമത്തെ വാചകം, തെങ്ങ് ഒറ്റത്തടിയായിട്ട് വളരുന്ന ഒരു വൃക്ഷമാണ്. മൂന്നാമത്തെ വാചകം, തെങ്ങിന്റെ മുകളിലെ ഓലമടല് തേങ്ങ എന്നിവയുണ്ട്. 5ാമത്തെ വാചകം എഴുതി, ഇതിൽ നിന്നാണ് കയർ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. 6 എഴുതി, ഈ കയർ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിന് ധാരാളം വിദേശ നാണ്യം നേടിത്തരുന്ന അങ്ങനെയൊക്കെ എഴുതി. 10ാമത്തെ വാചകം എഴുതി, വൈകുന്നേരം 6 മണിയാകുമ്പോൾ അമ്മ പശുവിനെ തെങ്ങിൽ നിന്ന് അഴിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. 10 മാർക്കിന്റെ ചോദ്യമാണ്. റഷീദ ഓക്കെ ഓക്കെ, രണ്ടുപേരും പറഞ്ഞു, കുഴപ്പമില്ല. അപ്പൊ ആദ്യം ഞാൻ റഷീദിനോട് ചോദിക്കുകയാണ്. റഷീദയാണ് ടീച്ചർ. കുട്ടി ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. റഷീദ് എത്ര മാർക്ക് കൊടുക്കും? പശുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞു. 2 വാചകം കൊണ്ട് പശുവിന്. രാവിലെ 6 മണിക്ക് അമ്മ തൊഴുത്തിൽ നയിച്ച് തെങ്ങിൽ കെട്ടുന്നു. രാത്രി 6 മണിക്ക് തെങ്ങിൽ നയിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. ബാക്കി മുഴുവൻ കിടക്കുന്ന തെങ്ങാണ്. 10 മാർക്കിന്റെ ചോദ്യമുണ്ട്. റഷീദാണ് ടീച്ചർ. എത്ര മാർക്ക് കൊടുക്കും? എന്താ ഇത്ര ആലോചിക്കാൻ? ഒരു മാർക്ക് ഇങ്ങനെ പറ റഷീദ. 5 കൊടുക്കും. ഓക്കെ. റഷീദ ഫർസാത്ത് ആയിട്ട് പറയാൻ പോയതാണ്. പറഞ്ഞോളൂ. റഷീദ ഫർസാത്ത് ആണെങ്കിൽ എത്ര കൊടുക്കും? സാറേ, പശുവിനെ കുറിച്ചല്ലേ പറയാൻ പറഞ്ഞത്. എത്ര മാർക്ക് കൊടുക്കും? സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി മാർക്ക് പറയാം. പറഞ്ഞോ, എത്ര മാർക്ക് കൊടുക്കും? പശുവിനെ ഫസ്റ്റ് എന്താ സാറ് പറഞ്ഞത്? പശുവിനെ തെങ്ങിൽ കെട്ടുന്നോ? തൊഴുത്തിൽ നിന്ന് അഴിച്ച് തെങ്ങിൽ കെട്ടുന്നു. തെങ്ങിൽ നിന്ന് അഴിച്ച് തൊഴുത്തിൽ കെട്ടുന്നു. എത്ര മാർക്ക് കൊടുക്കും റഷീദ? 2 പശുവിനെ കുറിച്ച് 2 മാർക്ക് കൊടുക്കണില്ല സാറേ. അപ്പൊ പശുവിനെ കുറിച്ച് ഒന്നും പറയണില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്ത് പിശിക്കാണ്? അപ്പൊ റഷീദ ടീച്ചറിന്റെ ക്ലാസ് ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലേ മാർക്ക് കിട്ടില്ല. നന്നായിട്ട് പഠിച്ചാലും മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഇനി നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തരും എത്ര മാർക്ക് ചോദിക്കും? ഒന്നും കൊടുക്കില്ല. 1 മാർക്ക് കൊടുക്കും സാർ. 1 മാർക്ക്. 2 മാർക്ക് കൊടുക്കും. 2 മാർക്ക് കൊടുക്കാം സാർ. 2 മാർക്ക്. ഓക്കെ. പറഞ്ഞോളൂ. ഞാനൊരു പകുതി മാർക്ക് കൊടുക്കും. കാരണം കൊച്ചുകുട്ടിയല്ലേ, അത്രയെങ്കിലും എഴുതാൻ പറ്റിയല്ലോ എന്നോർത്ത് ഒരു 5 മാർക്ക് കൊടുക്കും. ഒരു പകുതി കൊടുക്കും. അപ്പൊ റോഷിന്റെ ടീച്ചർ ആണെങ്കിൽ ഒരു 5 മാർക്ക് പ്രതീക്ഷിക്കും. യെസ്. പിന്നെ ഹൗസിന്റെ ടീച്ചർ ആണെങ്കില യെസ്. അപ്പൊ ഇത് നോക്കുന്നവന്റെ കണ്ണിലൂടെയാണ് അല്ലെ. ബ്യൂട്ടി ഒറിജിനേറ്റ്സ് ത്രൂ ദ ഐസ് ഓഫ് ദി ബിഹോൾഡർ. 2 മാർക്ക് ആസ്മി കൊടുക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും?
പശുവിനെ കുറിച്ച് അതിന് 2 വാചകമുണ്ടല്ലോ. അപ്പൊ അതിന് 1 മാർക്ക് വീതം 2 മാർക്ക്. ഇനി 1 മാർക്ക് കൊടുക്കണമെന്ന് പറയുന്ന ആൾ എന്തായിരിക്കും? പശുവിനെ കുറിച്ച് പശുവിനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്, വെറുതെ പറഞ്ഞിട്ടില്ലേ? പ്രീജ 6 മാർക്കായിട്ടുണ്ട്, വെറുതെ പറഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ അവൻ ഉത്തരം എഴുതാൻ ശ്രമിച്ചില്ലേ? ഫൗസിയ ഓക്കെ 5 മാർക്ക്. അവൻ ഉത്തരം എഴുതാൻ ശ്രമിച്ചില്ലേ? ശ്രമിച്ചത് കൊണ്ട് ഞാൻ അറ്റംപ്റ്റ് ടു ആൻസർ, ഉത്തരം എഴുതാൻ ശ്രമിച്ചതിന്റെ പേരിൽ ഞാൻ 1 മാർക്ക്. ഓക്കെ, ജ്യോതി 3 മാർക്ക് കൊടുക്കുമെന്ന് പറയുന്നു, റഷീദ 5 മാർക്കിന്റെ, ആര്യ വികാസ് 10 മാർക്കിന്റെ. അപ്പൊ ഒരു പക്ഷേ കുട്ടിക്ക് ചോദ്യം മനസ്സിലാവാതെ പോയതായിരിക്കും, ആൻസർ ടു ദ ക്വസ്റ്റ്യൻ വന്നില്ല. പിന്നെ ഇതിന്റെ അകത്ത് റോഷിനി വേറൊരു കാര്യം കൂടി ഉണ്ട്. റോഷിനി പേപ്പർ നോക്കാനായിട്ട് ചെല്ലുമ്പോൾ ആൻസറിന്റെ കീ ആൻസർ കീ എന്നാണ് പറയുന്നത്, അതിന്റെ അകത്ത് പോയിന്റ് എഴുതിയിട്ടുണ്ടാവും. ആ പോയിന്റ് വെച്ചാൽ മാർക്ക് ഇടാൻ പറ്റുള്ളൂ നമുക്ക്. നമുക്ക് വരെ ക്ലാസ് ടെസ്റ്റ് ഒക്കെ നടക്കുമ്പോൾ എന്ത് ചെയ്യാം, അതൊക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റും. എങ്ങനെ? അത് നമ്മുടെ സനലല്ലേ, കുഴപ്പമില്ല, അവൻ നല്ല വെയിലാണ്, അവന് മണ്ടത്തിലും പറ്റിയതാണ്, ഇതൊക്കെ നമുക്ക് കുട്ടികൾ അറിയാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് ഒരു വിവേചനം വരും. പക്ഷെ മറ്റതങ്ങനെയല്ല, നമുക്ക് ആൻസറിന്റെ കീ ഉണ്ട് നമ്മുടെ കയ്യിൽ. അത് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനൊരു 60% കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് തൊട്ട് മുകളിലുള്ള സാറിന് ഒന്നുകൂടി വെരിഫൈ ചെയ്യാൻ കൊടുക്കാം. അത് കൊടുത്തു കഴിയുമ്പോൾ എങ്ങനെയാണ് ഇതിന് 5 മാർക്ക് കിട്ടുന്ന സാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് വിശദീകരണം കൊടുക്കും. ഈ ആൻസറിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമില്ലല്ലോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ റോഷിനി പിന്നെ നല്ല മനസ്സുള്ളതുകൊണ്ടും ഒരു കുട്ടികളുടെ ലെവലിൽ വളരെ അവരെങ്ങനെ ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ള രീതിയിൽ ചിന്തിച്ചതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ഓക്കെ, അപ്പൊ ഞാൻ കൊച്ചു കുട്ടികളാകുമ്പോ നമ്മള് ക്ലാസ് നോക്കുന്ന അത് വെച്ച് അങ്ങ് പറഞ്ഞതാ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, വിട്ടു. ഓക്കെ, അപ്പൊ ഞാനിവിടെ പറയുന്നത്, ഇംഗ്ലീഷ് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടെന്ന് അറിയാനുള്ള ചോദ്യം ഞാനാണ് ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് സമയം വീണ്ടും പോയി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ചോദ്യം ഇതാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് പറയാട്ടോ. വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ഓണം? കേരള. വെരി ഗുഡ്. സിമ്പിൾ ചോദ്യം, വെരി ഗുഡ്. കേരളയാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, നെയിം ഓഫ് ദ കിങ് അസോസിയേറ്റഡ് വിത്ത് ദ ലെജൻഡ് ഓഫ് ഓണം. നിങ്ങൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മ്യൂട്ട് ചെയ്തോളൂ, അല്ലെങ്കിൽ ഭയങ്കര എക്കോ ആയിരിക്കും. ഓക്കെ, കറക്റ്റ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്, വിച്ച് മന്ത് ഇൻ മലയാളം? ചിങ്ങം. യെസ്. അപ്പോ ചോദ്യം മുഴുവനാക്കാൻ പോലും അവസരം തന്നില്ല, കാരണം നിങ്ങൾ വളരെ ബുദ്ധിയുള്ള കുട്ടികളാണ്. ചോദ്യത്തിന്റെ പോക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഉത്തരവുമായിട്ട് ആദ്യം വന്നു. ഓക്കെ. വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 4. Which avatar of Vishnu is associated with the legend of Vaman. Yes, it's a correct answer. Vamanan. Correct. Very good. അടുത്തത്, the traditional floral decoration made during Onam is called dash. Okay. Floral decoration is Pookalam. Very good. அடுத்தது, next question. The traditional feast, FEAST, the traditional feast served during Onam is known as dash. Sadhya. Okay, very good. Sadhya എന്നാണ് ആ ഫീസ്റ്റിനെ പറയുന്ന പേര്. Sadhya is a correct answer. Next question. How many days Onam traditionally celebrated? 10 days. Okay. ഒരു ചോദ്യം പോലും നിങ്ങൾ എനിക്ക് വിട്ടു തരുന്നില്ല, എല്ലാത്തിനും നിങ്ങൾ ആൻസർ പറയുകയാണ്. യെസ്. ഓക്കെ. വെരി ഗുഡ്. അടുത്ത ചോദ്യത്തിലേക്ക് അടുക്കുകയാണ്. The dance form, the dance form popularly performed by women during Onam. Okay. You are right. ഞാൻ പറയൂലെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോ തിരുവാതിര is a correct answer. അതാണ്
വിമൺ കളിക്കുന്ന ഗെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most consumed, CONSUMED, the most consumed fruit, FRUIT, during autumn season is dash. Banana. Jackfruit. അപ്പോ കുറച്ചുപേര് ജാക്ക് ഫ്രൂട്ട് വന്നിട്ടുണ്ട്, കുറച്ചുപേര് ബനാന വന്നിട്ടുണ്ട്. ആ ഓക്കെ, ബനാന ഈസ് കറക്റ്റ്. ഓക്കെ ബനാന. യെസ്. ഓ ഒരെണ്ണമെങ്കിലും തെറ്റിപ്പോയാൽ സന്തോഷം, അല്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോയേനെ കേട്ടോ. യെസ്, വെരി ഗുഡ്. ദ മോസ്റ്റ് കൺസ്യൂംഡ് ഫ്രൂട്ട് ഡ്യൂറിംഗ് ഓണം സീസൺ ഈസ് ബനാന. പഴം പുഴുങ്ങിയതില്ലാത്ത ഓണം ഉണ്ടോ? അതുണ്ടാവും. ഇലയുടെ ഏതെങ്കിലും ഒരു അറ്റത്തെങ്കിലും ആ സംഗതി ഉണ്ടാവും. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The previous day to Thiruvoonam is known as dash. Utradam. Grishma, Isha, okay, correct answer. Very good. Utradam is a correct answer. Very good. Yes. Next question. The term, TERM, term used for the new clothes worn, WORN, worn during on. Okay. Rinda, Grishma, correct answer. Lindsay, Roshni, correct answer. Very good. Yes. അടുത്തത് ചോദ്യം കുറച്ച് നീളമുള്ളതാണ്, ഉത്തരം പക്ഷെ ചെറുതാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കാം. Which art form performed during Onam involve dances painted as leopards and tigers? പുലിക്കളി. എന്ന് പറയാം, കടവുകളി എന്നൊക്കെ പറയാം. ഓക്കെ. വെരി ഗുഡ്. യെസ്. അപ്പോ അടുത്ത ചോദ്യം. The traditional song, 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 sung, SUNG, sung. The traditional song sung during Vallangali is known as dash. Vanjipattu. Okay, Krishna Jodi, correct. Vanjipattu. Now I come to the last question. ഞാൻ അവസാനത്തെ ചോദ്യത്തിലേക്ക് വരികയാണ്. സിമ്പിൾ ചോദ്യമാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. Which day, day, marks, MARKS, marks the start of Onam? Attam. Okay, Isha, okay. Correct. Attam. Okay. അപ്പോൾ ഒരൊറ്റ ചോദ്യം പോലും പുറത്തു പോയില്ല. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ഒരു ചോദ്യം പോലും ഉണ്ടായില്ല. ഇത് ഞാൻ ടെസ്റ്റ് ഡോസ് ഇട്ടതാണ്. ഒറിജിനലിന്റെ പുറകിൽ വരും. ഞാൻ ആദ്യം നിങ്ങളൊന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇനിയുള്ള ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ഗ്യാപ്പ് അനുസരിച്ച് ഇതേപോലെ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വിളിച്ചു പറയേണ്ടത് നമുക്ക് ആ ഉത്തരമൊക്കെ ടൈപ്പ് ആക്കാം. ആദ്യം ഉത്തരം പറയുന്ന 3 പേരെ നമ്മൾ ശരി ഉത്തരമായിട്ട് പരിഗണിക്കും. എല്ലാവരും വിളിച്ചു പറയുമ്പോൾ അതിന് ശരി ആരാദ്യം പറഞ്ഞത് കണ്ടുപിടിക്കാൻ വലിയ പാടാണ്. ഇതിപ്പോ ഒരു ടെസ്റ്റ് ഡോസ് ഇട്ടതിന്റെ പേരിൽ ആ ടെസ്റ്റ് ഡോസിൽ നിങ്ങൾ വിജയിക്കുകയും ഞാൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. കാരണം നിങ്ങൾ നല്ല കഴിവുള്ള മിടുക്കിയരായ സാറ് പോയോ? സാറോട് ചോദിച്ചില്ലല്ലോ സംശയം. ജയദീപ് സാറിന്റെ അസൈൻമെന്റിന്റെ അല്ലേ? അതെ. ആ അസൈൻമെന്റ് ഉണ്ടല്ലോ, ആ അസൈൻമെന്റ് ഈ അക്കാഡമിയിലെ ഏറ്റവും വലിയ ആളായിട്ടുള്ള സാറാണ്. ജയദേവ് സാറ് അവിടുത്തെ ഏറ്റവും മെയിൻ ആളാ. അപ്പൊ ആളെല്ലാവർക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത്, എല്ലാ ബാച്ചുകാർക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ. അതെ. അല്ല, എങ്ങനെയാ ചെയ്യേണ്ടതെന്നത് സാറോട് ചോദിക്കണ്ടേ? അത് നമുക്ക് അതിനെ കുറിച്ച് അറിയില്ലല്ലോ കൂടുതൽ. എന്താ ചെയ്യണ്ടേ? വീഡിയോ ആയിട്ടാണോ അല്ലെങ്കിൽ വെറുതെ നോട്ട് പോലെ അങ്ങനെ എഴുതിയാണോ ചെയ്യേണ്ടത്? സബ്മിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് ആദ്യം ഒരു സാറിന്റെ നമ്പർ ഒക്കെ തന്നിട്ടില്ലേ, ഇനി ആ സാറിന് വേണേ മെസ്സേജ് ചോദിക്കായിരിക്കും. ഒരാൾ എഴുതിയ മോഡൽ സബ്മിറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, നമുക്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ടില്ലേ?
അത് സബ്മിറ്റ് ആയെന്ന് പറഞ്ഞത്. നമ്മളെക്കാളും മുന്നുള്ള ഒരു ബാച്ചിലൊരു ചേച്ചിയായിട്ട് ഞാൻ സംസാരിച്ചു. അവർക്ക് ഇതുണ്ട്, പക്ഷെ അവര് ആഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്, എഴുതാണോ ചെയ്തിട്ടുള്ളത്? എടാ എഴുതാണ്. നമ്മളിപ്പോ ഓൺലൈൻ ആയിട്ടുള്ളതിന്റെ നമുക്ക് ഓരോ ഇത് കിട്ടുമല്ലോ, പ്രിന്റ് ഒക്കെ നമ്മുടെ വീടുകളിലൊക്കെ വരുമല്ലോ, ഈ ഇന്ന അക്കാദമി ഇന്ന സംഭവങ്ങൾ തുടങ്ങി ആ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കാനായിരിക്കും മിക്കവാറും. നമ്മളൊരു നോട്ടീസ് അസൈൻമെന്റ് ബുക്കിലാണ് എഴുതേണ്ടത്. അസൈൻമെന്റ് ബുക്കിലാണ് ചെയ്യേണ്ടത്. എല്ലാവർക്കും സംശയം അസൈൻമെന്റ് ബുക്കിലാണ്. ഓക്കേ. ഒരു പേജ് എന്തെങ്കിലും മതിയായിരിക്കും. ഒരു പേജ് എന്തെങ്കിലും എഴുതി അങ്ങ് സബ്മിറ്റ് ചെയ്താൽ മതിയായിരിക്കും. അത്ര വലുതായിട്ടൊന്നും വേണ്ടായിരിക്കും. ഞാൻ ഇന്നലെ ഗ്രൂപ്പിലിടാം. ഓക്കെ ഓക്കെ ഓക്കെ. മറ്റേ മെറ്റ ഇല്ലേ, അതിനകത്ത് ഇത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അതിനകത്ത് വരുന്നുണ്ട് നമുക്ക് വേണ്ടുന്ന പോലെ. ഞാൻ നോക്കിയായിരുന്നു. ഏതിലാടാ? മെറ്റ. മെറ്റയ്ക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് കിട്ടുവാണ്. പിന്നെ ഗൂഗിളിനകത്ത് നോക്കിയാലും മതി. നമുക്ക് ഒരു പേജ് ഒരു 5-6 പോയിന്റ് ആയിട്ട് കിട്ടിയാലും മതി. ഓക്കെ റോഷി, 2 മിനിറ്റ്. അപ്പോ ഒരു ടെക്നിക്കൽ എന്തോ സംഭവിച്ചതാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് ഇനി സൈൻ ഔട്ട് ചെയ്യാനുള്ള ആരാണ്? സർ ഞാനാണ്. എന്താ ഡൗട്ട്? സാർ ജയദേവ് സാർ ഒരു അസൈൻമെന്റ് തന്നായിരുന്നു, അതിനെ കുറിച്ചായിരുന്നു. ഒരു ആഡ് തയ്യാറാക്കാൻ വേണ്ടിട്ട്. അത് വീഡിയോ ആയിട്ട് ചെയ്യണോ അസൈൻമെന്റ് ആയിട്ട് എഴുതണോ? എന്താ പറഞ്ഞത് സാർ? സാറ് വന്നിട്ടില്ല, സാറോട് ചോദിക്കണമെന്ന്. എന്താ എന്ത് ചെയ്യാനുള്ള ഇതായിരുന്നത്? ക്വസ്റ്റ്യൻ എടുക്കട്ടെ സാർ, ഒരു മിനിറ്റ്. ഓക്കെ ഓക്കെ. So the question is like this: assume you are the content creator. As a students of an educational institute, prepare an ad to publish through social media. You can focus on the courses provided, management, teaching, and other services provided through the institution. യെസ്, അത് ഒരു വാല്യുവേഷൻ ആണ്, വിലയിരുത്താൻ വേണ്ടി തന്ന സംഗതിയല്ലേ അത്? അതെങ്ങനെയാ ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല സാർ. അതിപ്പോ നമുക്ക് വീഡിയോ ആയിട്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റപ്പ് ആയിട്ട് ഇങ്ങനെ എഴുതാനാണോ അത് അറിയില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അതിന്റെ ഒരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ട്. സംസാരിക്കണേടാ, സാർ വന്നിട്ടില്ല, വരും. ഞാൻ പറഞ്ഞോളാം, ഇല്ലാന്നിട്ട് പറയാൻ പറഞ്ഞേ. ഓക്കെ. അപ്പോ സൈൻ ഔട്ട് സമൃദ്ധ അല്ലേ? Hello everyone, I am Amrita. First of all, I would like to thank Jobsa for your support, patience, and dedication. You have made this learning experience truly valuable and enjoyable. And today we learned about indefinite article and concord. And also we learned more about Onam. It's so fun and interesting section. I also want to thank my friends for all the support and cooperation. See you all on next class. Have a great day. Thank you all. Very good, very good, very good. Okay, okay, okay. Thank So you, sir. we will meet in the next class. Thank you, sir. 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 Okay. Thank you, sir.